നമസ്കാരം. KC വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സേവ്യർ. പ്രധാന വാർത്തകൾ. ലോൺ എടുത്ത് പഠിച്ചാൽ കിടപ്പാടം ബാങ്ക് എടുക്കും. വിദ്യാഭ്യാസ വായ്പ എടുത്തവരിൽ നിന്നും ബാങ്കുകൾ കൊള്ളപ്പലിശയാണ് ഈടാക്കുന്നതെന്ന് എഡ്യൂക്കേഷൻ ലോണീസ് അസോസിയേഷൻ. കുടിവെള്ളത്തിനായി ജലമന്ത്രിക്ക് നിവേദനം. തലവടിയെടുത്ത പഞ്ചായത്തുകളിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാമും സംഘവുമാണ് മന്ത്രി PJ ജോസഫിന് നിവേദനം നൽകിയത്. കൂലി കൂട്ടിയാൽ കൊയ്യില്ലെന്ന് കർഷകർ. IRC അംഗീകരിച്ചിലേറെ കൂലി നൽകാനാവില്ല. ആ സാഹചര്യമുണ്ടായാൽ വിളവെടുപ്പ് ഉപേക്ഷിക്കുമെന്നും കർഷകർ. വാർത്തകൾ വിശദമായി. വിദ്യാഭ്യാസ ലോൺ എടുത്തവരിൽ നിന്നും കൊള്ളപ്പലിശ ഈടാക്കാനാണ് ബാങ്കുകൾ ശ്രമിക്കുന്നതെന്ന് എഡ്യൂക്കേഷൻ ലോണീസ് അസോസിയേഷൻ പ്രസിഡന്റ് പോളി തോമസ്. അസോസിയേഷന്റെ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബാങ്കുകൾ അത് അവരുടെ തോന്നിയവാസം എന്ന് വേണമെങ്കിൽ പറയാം, അവരുടെ തോന്നിയതുപോലെ അത് ചെലവഴിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഓരോ വിദ്യാർത്ഥിയുടെയും അക്കൗണ്ടിലേക്ക് ലക്ഷങ്ങൾ പലിശ ഇനത്തിൽ കേന്ദ്ര ഗവൺമെന്റ് നൽകിയ പണം വകവെച്ചെടുക്കുന്നുണ്ടെങ്കിൽ പോലും വീണ്ടും ഭീമമായ തുകയ്ക്ക് നോട്ടീസ് നൽകിക്കൊണ്ട് ഗുണഭോക്താക്കളെ ഭീഷണിപ്പെടുത്താനും കിട്ടാവുന്ന വലിയ തുകകൾ ഈടാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള പരിശ്രമം അവിടെ തുടർന്നു വരികയാണ്. 2,20,000 രൂപ ലോൺ എടുത്ത ഒരു വ്യക്തി 1,60,000 രൂപ തിരിച്ചടച്ചു. 1,90,000 രൂപ പലിശ സബ്സിഡി കേന്ദ്ര ഗവൺമെന്റ് പലിശ സബ്സിഡി അക്കൗണ്ടിലേക്ക് വന്നു. ആ അദ്ദേഹത്തിന് അവര് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്ന 5,80,000 രൂപയ്ക്ക് വീണ്ടും വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുക. അപ്പൊ എടുത്തതിന്റെ 3 ഇരട്ടിയോളം തുക ഈടാക്കാവുന്ന സംവിധാനങ്ങളാണ് ബാങ്കുകൾ കേന്ദ്ര ഗവൺമെന്റ് പലിശ ഉൾപ്പെടെയുള്ള പലിശ ഇളവ് ഉൾപ്പെടെയുള്ള തുക സമാഹരിച്ചുകൊണ്ട് നടത്തി വരുന്നത്. വിദ്യാഭ്യാസ ലോൺ എടുത്തവരുടെ കുടുംബങ്ങളിൽ കയറി ഇറങ്ങി ജപ്തി ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുകയാണ് ബാങ്ക് റവന്യൂ ജീവനക്കാർ. കേന്ദ്ര സർക്കാർ പലിശ ഇളവിനായി നൽകിയ തുക ഗുണഭോക്താക്കളുടെ അക്കൗണ്ട് വഴി കൈപ്പറ്റുകയും അത് മറച്ചുവെച്ച് ഭീമമായ തുകയ്ക്ക് നോട്ടീസ് അയക്കുകയുമാണ് ബാങ്കുകളുടെ പണി. 2004 ശേഷം വിദ്യാഭ്യാസ വായ്പ പലിശരഹിതമായാണ് അനുവദിച്ചതെങ്കിലും ഇപ്പോൾ പലിശ ഉൾപ്പെടെ എടുത്തതിന്റെ ഇരട്ടിയോളം തുകയ്ക്ക് റവന്യൂ നടപടികളും നിയമ നടപടികളും ആരംഭിച്ചിരിക്കുകയാണെന്നും സഹകരണ ബാങ്കുകളിൽ നിന്നെടുത്ത വായ്പകൾക്ക് പോലും പലിശ ഇളവ് പ്രഖ്യാപിച്ചിട്ടില്ലെന്നും പോളി തോമസ് പറഞ്ഞു. അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് പാപ്പച്ചൻ കരിമാടി അധ്യക്ഷത വഹിച്ചു. MJ വർഗീസ്, ജോസ് ആലഞ്ചേരി, ദേവരാജൻ ചേർത്തല, സണ്ണിച്ചൻ, DC ജോർജ് കുട്ടി എന്നിവർ സംസാരിച്ചു. തലവടി എടത്വ പഞ്ചായത്തുകളിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാമിന്റെ നേതൃത്വത്തിൽ ജലവിഭവ വകുപ്പ് മന്ത്രി PJ ജോസഫിനും വാട്ടർ അതോറിറ്റി MDക്കും നിവേദനം നൽകി. തലവടി ഗ്രാമപഞ്ചായത്തിലെ വെള്ളക്കിണറിൽ സ്ഥിതി ചെയ്യുന്ന ഓവർഹെഡ് ടാങ്കിൽ മാർച്ച് 31 മുമ്പായി 4.5 ലക്ഷം ലിറ്റർ വെള്ളം സംഭരിക്കും. ഇതോടുകൂടി തലവടി ഗ്രാമപഞ്ചായത്തിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമാകുമെന്നും മന്ത്രി PJ ജോസഫ് പറഞ്ഞു. എടത്വ ഗ്രാമപഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി നീരേറ്റുപുറം പ്ലാന്റിൽ നിന്നും വെള്ളം എത്തിക്കുന്നതിന് നടപടി സ്വീകരിക്കും. എടത്വ വാട്ടർ അതോറിറ്റിയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ അഭാവം മൂലമാണ് എടത്വ തലവടി പഞ്ചായത്തുകളിലെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം സാധിക്കാത്തതെന്നും മാർച്ച് 28 മുമ്പായി പുതിയ AEയെ നിയമിക്കുമെന്നും മന്ത്രി ജേക്കബ് എബ്രഹാമിന് ഉറപ്പു നൽകി. കേരള കോൺഗ്രസ് M തലവടി മണ്ഡലം പ്രസിഡന്റ് ജെയിംസ് ചുങ്കത്തിൽ, ജോജി J വൈലോപ്പള്ളി, ജോർജ് കുട്ടി മണലേൽ, KE മാത്തൻ തുടങ്ങിയവരും നിവേദനം നൽകിയ സംഘത്തിലുണ്ടായിരുന്നു. കൊയ്ത്ത് ഉപേക്ഷിക്കേണ്ടി വരുമെന്ന് കർഷകർ. IRC അംഗീകരിച്ച നിരക്കിനേക്കാൾ കൂടുതൽ ചുമട്ടുകൂലി ചോദിക്കുന്ന സാഹചര്യത്തിലാണിതെന്ന് മണിയങ്കരി പാടശേഖര സമിതി ഭാരവാഹികൾ പറഞ്ഞു. ചുമട്ടുതൊഴിലാളികൾ അമിതകൂലി ആവശ്യപ്പെടുന്ന സാഹചര്യത്തിൽ കൊയ്ത്ത് ഉപേക്ഷിക്കുമെന്നാണ് മണിയങ്കരി പാടശേഖര നെല്ലുൽപാദക സമിതികളുടെ സംയുക്ത തീരുമാനം. 360 ഏക്കർ വരുന്ന പാടശേഖരത്ത് ഈ മാസം 22-ന് കൊയ്ത്ത് ആരംഭിക്കാനിരിക്കെയാണ് ചുമട്ടുതൊഴിലാളികളുമായി കൂലിത്തർക്കം ഉടലെടുത്തത്. പാടശേഖരത്തിന്റെ കിഴക്ക് ഭാഗത്ത് കാവാലം പഞ്ചായത്തിലെയും പടിഞ്ഞാറ് പുളുങ്ങുന്ന് പഞ്ചായത്തിലെയും തൊഴിലാളികൾക്കാണ് ചുമട് എടുക്കാനുള്ള അവകാശം. IRC നിശ്ചയിച്ചിട്ടുള്ള കൂലി അംഗീകരിക്കാൻ പുളുങ്ങുന്നിലെ തൊഴിലാളികൾ തയ്യാറാകുന്നില്ലെന്നാണ് ആരോപണം. ഞങ്ങളുടെ മണിയങ്കരി പാടശേഖരത്തിൽ കൊയ്ത്തിന്റെ നെല്ല് കയറ്റുകൂലി സംബന്ധിച്ച് ഇന്ന് പൊതുയോഗത്തിൽ വിശദമായി ചർച്ച ചെയ്തു. യൂണിയൻ പ്രതിനിധികളുമായി നടന്ന ചർച്ചയിൽ IRC തീരുമാനത്തിന് ചുമക്കാൻ പാടത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള പുളുങ്ങുന്ന് പഞ്ചായത്തിൽപ്പെട്ട തൊഴിലാളികൾ തയ്യാറല്ല. അതേസമയം
വെളിയനാട് പഞ്ചായത്തിൻ്റെ കാവാലം പഞ്ചായത്തിൻ്റെ വെളിയനാട് ഭാഗത്തുള്ളവർക്ക് IRC തീരുമാനം വെച്ച് ചുമക്കാൻ അവർ തയ്യാറാണ്. ഇതിനനുസരിച്ച് ഞങ്ങൾ കളക്ടർക്ക് പരാതി കൊടുത്തു. അദ്ദേഹം അത് ലേബർ ഓഫീസർ ജില്ലാ ലേബർ ഓഫീസർക്ക് ഫോർവേഡ് ചെയ്തു. ജില്ലാ ലേബർ ഓഫീസർ അടുത്ത ദിവസം തന്നെ യോഗം വിളിച്ച് അതിന് വേണ്ട തീരുമാനം എടുക്കാമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇത് ന്യായമായ രീതിയിൽ ചുമട്ടുകൂലിയോടുകൂടി ചുമക്കാനുള്ള സംവിധാനം ചെയ്തു തന്നില്ലെങ്കിൽ ഞങ്ങളിത് കൊയ്യണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. IRC നിരക്കിനേക്കാൾ ഉയർന്ന കൂലി ആവശ്യപ്പെട്ടാൽ വിളവെടുപ്പ് ഉപേക്ഷിക്കുമെന്ന് കാട്ടി ആലപ്പുഴ ജില്ലാ കളക്ടർക്കും മറ്റ് അധികൃതർക്കും പരാതി നൽകിയതായും ഭാരവാഹികൾ പറഞ്ഞു. P. വേലായുധൻ, ജോസുകുട്ടി പത്തിൽ, ബാബു കളത്തിപ്പറമ്പിൽ, വെളിയനാട് മാത്തച്ചൻ, ജോസിൻ തോമസ് എന്നിവർ ചേർന്നാണ് നിവേദനം നൽകിയത്. നെല്ല് ചുമക്കുന്നതിന് വേണ്ടി തൊഴിലാളികൾക്ക് തിരിച്ചറിയൽ കാർഡ് നൽകിയിട്ടില്ലെന്നും കർഷക തൊഴിലാളികൾക്കാണ് ഇതിനുള്ള അവകാശമെന്നും ജില്ലാ ലേബർ ഓഫീസർ D. സുരേഷ് കുമാർ. പൊതുവായിട്ട് നിയമപരമായ കാര്യം എന്ന് പറഞ്ഞാൽ ഈ നെല്ല് ചുമക്കുന്നതിന് ഈ ലോഡിംഗുകാർക്കല്ല ഞങ്ങൾ അവകാശം കൊടുത്തിരിക്കുന്നത്. നെല്ല് ചുമക്കുന്നതിന് ആർക്കും ഞങ്ങൾ കാർഡ് കൊടുത്തിട്ടില്ല. ഇപ്പൊ നമ്മുടെ റോഡിലൊക്കെയുള്ള ചുമട്ട് തൊഴിലാളികൾക്ക് കാർഡ് കൊടുക്കുന്ന ലേബർ ഓഫീസർമാരാണ്. പക്ഷെ നെല്ല് ചുമക്കുന്നതിന് ആർക്കും ഞങ്ങൾ കാർഡ് കൊടുക്കത്തില്ല. കാരണം കൃഷി ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ലാത്തതുകൊണ്ട് ആ മേഖലയിൽ കാർഡ് കൊടുക്കാറില്ല. കർഷക തൊഴിലാളികൾക്കാണ് അവകാശം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പാടശേഖരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആ പാടത്തിന്റെ ചിറകളിൽ താമസിക്കുന്ന അവിടുത്തെ കൃഷിക്ക് എന്തെങ്കിലും ചെയ്തിട്ടുള്ള കർഷക തൊഴിലാളികൾ ചുമന്നോട്ടെന്നുള്ളതാണ്. അപ്പൊ കർഷക തൊഴിലാളികൾ തീരുമാനിക്കണം. ഈ 2 ആഴ്ചത്തേക്ക് ലീവ് എടുത്ത് വരുന്ന ഇലക്ട്രീഷ്യനെയും ഇന്ന് തന്നെ ഇപ്പൊ എന്നെ ഒരാൾ പച്ചയെന്ന് വിളിച്ചിട്ട് സാറേ ഞാൻ ഒരു മേസ്ത്രിയാണ്, എന്നെ പണിയെടുപ്പിക്കുന്നില്ല. ഇപ്പൊ മേസ്ത്രി പോലും ആ മേസ്ത്രിക്ക് നമുക്കറിയാം ഇന്ന് നല്ല കൂലി കിട്ടുന്നുണ്ട്. ആ മേസ്ത്രി ലീവ് എടുത്ത് നെല്ല് ചുമക്കാൻ നിൽക്കണമെങ്കിൽ എന്തെങ്കിലും നേട്ടമുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പൊ നിങ്ങൾ ആ യൂണിയൻകാർ തീരുമാനിക്കണം അങ്ങനെയുള്ള ആൾക്കാരെ പങ്കെടുപ്പിക്കരുത്. നെല്ല് ചുമക്കാൻ താല്പര്യമുള്ള കർഷക തൊഴിലാളികളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ട് ആ ലിസ്റ്റ് നിങ്ങൾക്ക് പഞ്ചായത്ത് മെമ്പർമാർക്ക് പരിശോധിക്കാം. പഞ്ചായത്ത് മെമ്പർമാരാകുമ്പോൾ ഓരോരുത്തരും അറിയാവുന്ന ആൾക്കാരാണ്. ഇതിനകത്ത് ഗൾഫിൽ നിന്ന് വന്നവരുണ്ടോ, ഈ ഒരാഴ്ച ഗൾഫിൽ നിന്ന് ലീവ് എടുത്ത് വന്നവരുണ്ടോ, ഓട്ടോറിക്ഷ തൊഴിലാളിയുണ്ടോ, അങ്ങനെയുള്ളവരെ നോക്കിയിട്ട് നിങ്ങൾ പഞ്ചായത്ത് മെമ്പർമാരെ സ്കൂട്ടറൈസ് ചെയ്തിട്ട് അവരെ ഒഴിവാക്കിയിട്ട് രാമങ്കരി പഞ്ചായത്തിൽ നെല്ല് ചുമക്കുന്ന കർഷക തൊഴിലാളികൾ ഇന്നവരാണെന്ന് പറഞ്ഞ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയാൽ വേറെ ആരും ഈ പ്രശ്നം ഉണ്ടാകത്തില്ല. രാമങ്കരി, വെളിയനാട്, മുട്ടാർ പഞ്ചായത്തുകളിലെ നെല്ല് സംഭരണം സുഗമമാക്കുന്നതിനും കൂലി സംബന്ധിച്ച് IRC തീരുമാനങ്ങൾ വിശദീകരിക്കുന്നതിനുമായി വിളിച്ചു ചേർത്ത കർഷകരുടെയും കർഷക തൊഴിലാളി യൂണിയനുകളുടെയും ജനപ്രതിനിധികളുടെയും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മറ്റു തൊഴിൽ മേഖലയിൽ പണിയെടുക്കുന്നവർ നെല്ല് ചുമക്കുവാൻ മാത്രമായി എത്തുന്ന സ്ഥിതിയുണ്ട്. ഇത് അവസാനിപ്പിക്കുവാൻ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഓരോ വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ തൊഴിലാളികളുടെ ലിസ്റ്റ് തയ്യാറാക്കിയാൽ അമിത കൂലി നൽകുന്നത് ഒഴിവാക്കി സമയബന്ധിതമായി നെല്ല് സംഭരിക്കുവാൻ കഴിയും. അതുവഴി IRC തീരുമാനങ്ങൾ നടപ്പിലാക്കുവാനും കൂലി ഏകീകരിക്കാനും കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാമങ്കരി പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PC മോനിച്ചൻ ഉദ്ഘാടനം ചെയ്തു. രാമങ്കരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CP ബ്രീവൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുട്ടാർ പഞ്ചായത്ത് പ്രസിഡന്റ് ലൈല രാജു, P. പ്രസന്നൻ തുടങ്ങിയവർ പങ്കെടുത്തു. യോഗത്തിൽ IRC തീരുമാനങ്ങൾ അംഗീകരിച്ചു. നിലവിലുള്ള സ്ഥിതി ഈ പുഞ്ച സീസണിൽ തുടരുവാനും IRC തീരുമാനങ്ങൾ വരും വർഷങ്ങളിൽ നടപ്പിലാക്കുവാനും അതുവഴി കൂലി ഏകീകരിക്കുവാനും തീരുമാനിച്ചതായി യോഗാധ്യക്ഷൻ CP ബ്രീവൻ പറഞ്ഞു. നിലവിൽ പ്രദേശത്ത് തുടരുന്ന ന്യായമായ കൂലി തൽസ്ഥിതിയിൽ തുടരുവാൻ ഈ യോഗത്തിൽ വെച്ച് തീരുമാനം എടുത്തിട്ടുണ്ട്. മറ്റൊന്ന്, IRC തീരുമാനപ്രകാരം നെല്ല് ചാക്കുകളിലേക്ക് വാരി നിറച്ചു കൊടുക്കുന്ന ചുമട് തൊഴിലാളികൾ ചെയ്യണമെന്നുള്ള ഒരു നിലയിലേക്ക് തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനം പ്രാബല്യത്തിൽ വരുത്താൻ ഈ യോഗം വിസമ്മതിച്ചിട്ടുണ്ട്. കാരണം നെല്ല് ചാക്കിൽ നിറച്ചു കൊടുക്കാൻ ഉത്തരവാദിത്വം കാലാകാലങ്ങളായി കർഷകരായിട്ടുള്ള ആളുകളും അവർ ചുമതലപ്പെടുത്തുന്ന സ്ത്രീ തൊഴിലാളികളുമാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് തൽസ്ഥിതി തുടരട്ടെ. ചുമട് തൊഴിലാളികൾ നെല്ല് എടുത്ത് വാഹനത്തിൽ കയറ്റുക അല്ലെങ്കിൽ വള്ളത്തിൽ കയറ്റി കൊടുക്കുക, ആ നിലയിൽ മാത്രം ചുമട് ക്രമീകരിക്കുക എന്നുള്ളതാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഇപ്പോ കൊയ്ത്തുമതി യന്ത്രങ്ങളുടെ സമയം കാലാനുസൃതമായി നിജപ്പെടുത്താൻ സാധിക്കുന്നില്ല എന്നൊരു വസ്തുതയാണ്. അതിൽ ഇടനിലക്കാരായിട്ടുള്ള ഏജന്റുമാരും മറ്റുമൊക്കെയാണ് മറ്റ് കൂലി വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ അനുബന്ധ നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വരും വർഷങ്ങളിൽ പരിശോധിച്ച് 2.5 മണിക്കൂർ എന്നുള്ള സ്ഥിതിയിൽ നിന്നും മാറ്റി കൊയ്ത്തുമതി യന്ത്രം കുട്ടനാട്ടിൽ പ്രചാരത്തിൽ വന്ന സമയത്ത് 1.25 മണിക്കൂർ കൊണ്ട് 1 ഏക്കർ കൊയ്തിരുന്നെങ്കിൽ ഇപ്പൊ ഇരട്ടി സമയത്തിലേക്ക് അതിന്റെ സമയം ക്രമീകരിക്കുന്ന സാങ്കേതികമായ വിഷയം കൊയ്ത്തുമതി യന്ത്രത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് പുനഃപരിശോധിക്കുന്നതിനാവശ്യമായ നിലപാട് IRC ഉൾപ്പെടെ അല്ലെങ്കിൽ കാർഷിക സമിതികൾ ഉൾപ്പെടെ പ്രാദേശികമായി ആലോചന നടത്തണമെന്നും. ഹോളി ആഘോഷത്തിന്റെ പേരിൽ ശ്രീബുദ്ധ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലും പരിസരത്തും അരങ്ങേറിയ ചായം പൂശലും തുടർന്നുള്ള സംഭവങ്ങളും അപലപനീയമെന്ന് കോളേജ് മാനേജ്മെന്റ് ഭാരവാഹികൾ. ഹോളി ആഘോഷത്തിന്റെ പേരിൽ സമാഹരിച്ച വർണ്ണപ്പൊടി ഉപയോഗിച്ച് കോളേജിൽ നിന്നും വൈകിട്ട് ഹോസ്റ്റലിലേക്ക് മടങ്ങിയ പെൺകുട്ടികളെ ബലം പ്രയോഗിച്ചു ചായം പൂശിയിരുന്നു.
എന്നാൽ ഇത് എതിർത്തുകൊണ്ട് നാട്ടുകാരാണ് ഇവർക്കെതിരെ ബലപ്രയോഗം നടത്തിയത്. വിദ്യാർത്ഥികൾക്കെതിരെയുള്ള ആക്രമണത്തിന് കോളേജ് മാനേജ്മെന്റിന് പങ്കില്ലെന്നും കോളേജ് ചെയർമാൻ ശശികുമാർ പറഞ്ഞു. നിങ്ങൾക്കറിയാം, ഈ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും എല്ലാ പേപ്പറും കിട്ടുന്നവരല്ല. ഒരു 10-12 കുട്ടികൾ 10-25 പേപ്പർ ബാക്ക് പേപ്പേഴ്സ് ഉള്ളവരാണ്. അവർ പഠിക്കാൻ വരുന്നവരല്ല. പക്ഷേ പറഞ്ഞു വിടാൻ നിയമമില്ലാത്തതുകൊണ്ട് കോളേജ് തുടരുകയാണ്. ഈ കുട്ടികളെല്ലാം കൂടെ സംഘടിപ്പിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും സമരം നടത്തുക, സ്ട്രൈക്ക് ഓൺ, പ്രിൻസിപ്പലിനെ ഖരാവ് ചെയ്യുക എന്നൊരു പരിപാടി ഒരു വർഷക്കാലമായി നടക്കുകയാണ്. അസഭ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നും പരിചയമില്ലാത്ത രീതിയിലാണ്. ഞാനൊരു 10-12 വർഷക്കാലം വിവിധ കോളേജുകളിലെ പ്രിൻസിപ്പലായിരുന്നു. അവിടെയൊക്കെ ഇഷ്യൂ ഉണ്ടാകുമ്പോഴത്തേക്കും മാന്യമായി മാത്രമേ കുട്ടികൾ പെരുമാറിയിട്ടുള്ളൂ. ഇവിടെ വന്നിട്ട് പച്ചത്തെറി വിളിക്കുകയാണ്. അത് ഞങ്ങൾക്ക് പരിചയമുള്ള പരിപാടിയല്ല. അങ്ങനത്തെ ഒരു സംസ്കാരമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കുട്ടി പരീക്ഷാ ഹാളിൽ വൃത്തികേട് കാണിച്ചു. ആ ലേഡി ടീച്ചർ ആ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ പേപ്പറും പിടിച്ചു വാങ്ങിച്ചിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പോയി. ഉടനെ തന്നെ ആ വിദ്യാർത്ഥി ഈ നേതാവിനെ വിളിക്കുകയും നേതാവ് വന്നിട്ട് വീണ്ടും പ്രിൻസിപ്പലിനെ ഖരാവ് ചെയ്യുകയും സമരം നടത്തുകയും ചെയ്തു. ഒരു കാര്യത്തിലും പ്രിൻസിപ്പലിനും അധ്യാപകർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പാർട്ടിയുടെ സപ്പോർട്ടോടുകൂടി നടന്നുകൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ. കോളേജിന് പുറത്തുനിന്നുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ കാരണം കുറച്ചു കാലമായി തെറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളെ നിയന്ത്രിക്കുന്നതിന് പ്രിൻസിപ്പലിനും അധ്യാപകർക്കും ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്. പഠനത്തിൽ താല്പര്യമില്ലാത്ത ഒരുപറ്റം വിദ്യാർത്ഥികൾ പരീക്ഷാ ഹാളിൽ നടത്തുന്ന ക്രമക്കേടുകൾ പോലും നിയന്ത്രിക്കുമ്പോൾ ബാഹ്യ ഇടപെടലുകളുടെ ചോദ്യം ചെയ്യുകയാണെന്നും കോളേജ് അധികൃതർ പറഞ്ഞു. കോളേജിൽ നടത്തുന്ന ടെക് ഫെസ്റ്റിൽ DJ ഡാൻസ് ഉൾപ്പെടുത്തണമെന്ന് ഒരുപറ്റം വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇത് കോളേജ് മാനേജ്മെന്റ് അംഗീകരിച്ചില്ലെന്നും ഇതിന്റെ വിദ്വേഷമാകാം കോളേജിനെതിരെ പ്രവർത്തിക്കാൻ തയ്യാറായതെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ കോളേജ് സെക്രട്ടറി പ്രൊഫസർ B പ്രസാദും പങ്കെടുത്തു. കാവാലം ഗവൺമെന്റ് UP സ്കൂളിലെ 109ാമത് വാർഷികവും യാത്രയപ്പ് സമ്മേളനവും വ്യാഴാഴ്ച പകൽ 10-ന് ആരംഭിക്കും. സ്കൂൾ അങ്കണത്തിൽ നടക്കുന്ന പരിപാടി SMC ചെയർമാൻ TP പ്രസന്നൻ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടക്കും. ഇടവേള. KCB വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്. സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി. സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീട് ഉണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ. പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. മാത്രമല്ല 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറി ആണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. കൈനേരി കുട്ടമംഗലം ഗവൺമെന്റ് LP സ്കൂളിലെ വാർഷികാഘോഷങ്ങൾക്കും വിദ്യാഭ്യാസ പ്രദർശനത്തിനും വ്യാഴാഴ്ച രാവിലെ 10-ന് തിരിതെളിയും. കൈനേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S സുതിമോൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. വെള്ളിയാഴ്ച നടക്കുന്ന വാർഷികാഘോഷങ്ങൾ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് U പ്രതിഭാകരിയും ഉദ്ഘാടനം ചെയ്യും. യുവ ചിത്രകാരുടെ ചിത്ര പ്രദർശനം ശ്രദ്ധേയമാകുന്നു.
ആലപ്പുഴ പൂന്തോപ്പ് വാർഡിൽ രാജീവ് ഭവനത്തിൽ ശരണ്യ പ്രകാശിന്റെ ചിത്രപ്രദർശനം ആലപ്പുഴ നഗരചത്രത്തിലാണ് നടക്കുന്നത്. കേവലം മർത്യഭാഷയുടെ കേൾവിക്കും പ്രതികരണത്തിനുമപ്പുറം വരകളിലൂടെയും വർണ്ണങ്ങളിലൂടെയും വാചാലമാവുകയാണ് ശരണ്യ പ്രകാശിന്റെ ചിത്രങ്ങൾ. അതെ, വരകളുടെയും വർണ്ണങ്ങളുടെയും അനിർവചനീയതയിൽ വാക്കുകൾക്കും വിശദീകരണങ്ങൾക്കും എന്ത് പ്രസക്തി. അനുവാചകനോട്, സഹൃദയനോട്, കാഴ്ചക്കാരനോട് അങ്ങോട്ട് നോക്കൂ എന്ന ആജ്ഞാശക്തിയുണ്ട് ഈ രചനകളിൽ. മാർച്ച് 8 ലോക വനിതാ ദിനത്തിലാണ് ചിത്രപ്രദർശനം ആരംഭിച്ചത്. കേരള ലളിതകലാ അക്കാദമി ഗാലറിയിൽ നടക്കുന്ന പ്രദർശനം വ്യാഴാഴ്ച സമാപിക്കും. 5-ാം വയസ്സ് മുതൽ ചിത്രരചന അഭ്യസിക്കുന്നുണ്ട് ശരണ്യ. ജലഛായത്തിലും പെൻസിൽ ഡ്രോയിങ്ങിലുമുള്ള രചനകളാണ് അധികവും. തീവ്രമാകുന്ന ചിന്തകൾക്ക് മേൽ സൗമ്യ വർണ്ണങ്ങൾ ചാലിച്ച് പ്രകൃതിയെ സാംശീകരിച്ചിരിക്കുന്നു ശരണ്യ പ്രകാശ്. ഇപ്പം 5-ാം ക്ലാസ് കഴിഞ്ഞപ്പം മുതൽ ഇതിനകത്തോട്ട് ഒരു താല്പര്യം കാണിക്കുകയും അതിലേക്ക് ഞങ്ങൾ വിടുകയും ചെയ്യുകയായിരുന്നു. ഇതിപ്പം ചിക്കൂസ് കളിയരങ്ങിൽ ശിവൻ സാറിൻ്റെ അണ്ടറിലാണ് നടത്തിയിരിക്കുന്നത്. ഇല്ല, ഒരു കഴിഞ്ഞ വർഷത്തെ ഒരു ബീച്ച് ഫെസ്റ്റിവലിൽ പങ്കെടുത്തായിരുന്നു. അത് ചിക്കൂസിൻ്റെ ഇതിൽ തന്നെ അതിൽ ഫസ്റ്റ് വരികയും ചെയ്തായിരുന്നു. ഇപ്പം ഇങ്ങനൊരു ഹാർമോണി ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ ഈ ഗാലറിയിൽ അവരുടെ ഇതിലാണ് ഇപ്പം ഇങ്ങനൊരു പ്രദർശനം വെച്ചിരിക്കുന്നത്. ഇതിപ്പം പെൻസിൽ വർക്കും വാട്ടർ കളറിലുമാണ് താല്പര്യം കാണിച്ചിരിക്കുന്നത്. കേൾവിയുടെയും സംഭാഷണത്തിന്റെയും ലോകം തനിക്ക് അന്യമാണെങ്കിലും വിധി വിളയാട്ടങ്ങൾക്ക് മേൽ തന്റേതായ ഒരിടം തേടുന്നുണ്ട് ഈ ചിത്രകാരി. കുട്ടനാട് താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിയമബോധന ക്ലാസ് സംഘടിപ്പിക്കുന്നു. എടത്വ സെന്റ് അലോഷ്യസ് കോളേജിൽ വ്യാഴാഴ്ച 10-നാണ് ക്ലാസ് നടക്കുക. ആലപ്പുഴ ജില്ലാ ജഡ്ജ് മേരി ജോസഫ് പരിപാടി ഉദ്ഘാടനം ചെയ്യും. വിദ്യാർത്ഥികളും നിയമവും എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് എ അനിൽകുമാർ രാമങ്കരി ക്ലാസ് നയിക്കും. ചങ്ങനാശ്ശേരി NSS കോളേജിൽ നാഷണൽ സെമിനാർ ഓൺ അഡ്വാൻസ് ഇൻ സ്പേസ് സയൻസ് ആൻഡ് സ്പേസ് മിഷന്റെ ഭാഗമായി സെമിനാർ സംഘടിപ്പിച്ചു. കോളേജിൽ നടന്ന സെമിനാർ NSS കോളേജ് സെൻട്രൽ കമ്മിറ്റി സെക്രട്ടറി പ്രൊഫസർ ആർ പ്രസന്നകുമാർ ഉദ്ഘാടനം ചെയ്തു. In arts and science colleges as well as in training colleges, 50% of the admission is directly done by the government, so that say ordinary students can get better education. And the teachers are appointed by the management and their salary is given by the government. That's the benefit. And our education institutions are not income generating institutions. Actually, we strive very hard to run these institutions for want of money. Yet, we are doing our best for the public, and our real asset is our teachers and not non-teaching staff. പ്രൊഫസർ VN രാമേന്ദ്രൻപിള്ള അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പി പ്രദീപ് ചന്ദ്രൻ, ഡോക്ടർ ജി ജഗദീഷ് ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന സെമിനാറിന് ഡോക്ടർ അനിൽ, ഡോക്ടർ വിനീത് ചന്ദ്രശേഖരൻ എന്നിവർ നേതൃത്വം നൽകി. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെയും പഞ്ചായത്തിന്റെയും മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ആലപ്പുഴ കഞ്ഞിക്കുഴിയിലെ ഇൻഡൂസ് മോട്ടോഴ്സ് എന്ന സ്ഥാപനം പ്രവർത്തിക്കുന്നതെന്ന് പ്രദേശവാസികൾ ആരോപിച്ചു. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ കാർ വാഷിംഗും സ്പ്രേ പെയിന്റിംഗും ക്ലിയർ എന്ന കെമിക്കലും ഇൻഡൂസ് മോട്ടോഴ്സ് എന്ന സ്ഥാപനത്തിൽ ഉപയോഗിക്കുകയാണ്. സ്ഥാപനം പ്രവർത്തിക്കാൻ പഞ്ചായത്തിൽ നിന്നും ലൈസൻസ് കൊടുത്തിട്ടില്ലെന്ന് വിവരാവകാശ രേഖകളിൽ വ്യക്തമാക്കുന്നുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു. സ്ഥാപനത്തിൽ സ്പ്രേ പെയിന്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അതിരൂക്ഷമായ ഗന്ധം മൂലം ചുറ്റുവട്ടത്ത് താമസിക്കുന്നവർക്ക് ശ്വാസമുട്ടലും ക്ഷയമടക്കമുള്ള രോഗങ്ങളും പിടിപെടുകയാണ്. നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന കമ്പനിക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് കഞ്ഞിക്കുഴി പഞ്ചായത്ത് സെക്രട്ടറിക്കും തഹസീൽദാർ, RDO, DMO, കളക്ടർ, പഞ്ചായത്ത് ഡയറക്ടർ, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഡയറക്ടർ, MLA, MP-ക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നും ഇവർ പറഞ്ഞു. ആലപ്പുഴ ജില്ലയിലെ കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ 17-ാം വാർഡിലെ SN കോളേജിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഇൻഡസ് മോട്ടോഴ്സ് എന്നൊരു സ്ഥാപനം നടത്തുന്നുണ്ട്. അതിന്റെ തൊട്ടടുത്ത് സമീപത്ത് താമസിക്കുന്നവരാണ് ഞങ്ങൾ കുറേ നാളായിട്ട് അവിടെ മലിനീകരണം ഉണ്ടാകുന്ന അവിടെ സ്പ്രേ പെയിന്റ് ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കര മണമാണ്, നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഭയങ്കര എപ്പോഴും പനിയും ജലദോഷവും അസുഖങ്ങളുമാണ്. അപ്പം ഞങ്ങൾ ഒരുപാട് പഞ്ചായത്ത് സെക്രട്ടറിക്ക് പല പ്രാവശ്യം പരാതി കൊടുത്ത്, പഞ്ചായത്ത് കമ്മിറ്റിക്ക് കൊടുത്ത്, അത് കഴിഞ്ഞിട്ട് പിന്നെ തഹസീൽദാർക്ക്, RDOയ്ക്ക്, DMOയ്ക്ക്, കളക്ടർക്ക്, MP-ക്ക്, MLAയ്ക്ക്, മുഖ്യമന്ത്രിക്ക് വരെ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്.
പിന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ പരാതി കൊടുത്ത് പല പ്രാവശ്യം പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അവർ ആ കാര്യങ്ങളെക്കുറിച്ച് പല പ്രാവശ്യം അവർ അകത്ത് വന്ന് നോക്കിയിട്ട് പോകും. പുറത്തുള്ളവരുടെ അടുത്ത് വന്ന് അന്വേഷിക്കത്തില്ല. പരാതിക്കാരൻ ഞങ്ങളോട് വന്ന് അന്വേഷിക്കാത്തത് കാരണം പിന്നെ ഞങ്ങൾ ഇതിന്റെ ആ പരാതിയുടെ പുറത്ത് പിന്നെയും പരാതി കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. വാർത്താ സമ്മേളനത്തിൽ ലിനി, MG തിലകൻ, നിഷ മോഹനൻ, സിന നിബു തുടങ്ങിയവർ പങ്കെടുത്തു. കാവാലം മംഗലം മാണിക്യമംഗലം കായൽ നെല്ലുൽപാദക സമിതിയുടെ നേതൃത്വത്തിൽ പുഞ്ചക്കൊയ്ത്ത് ഉദ്ഘാടനം സംഘടിപ്പിച്ചു. ആലപ്പുഴ ജില്ലാ കളക്ടർ N പത്മകുമാർ പുഞ്ചക്കൊയ്ത്ത് ഉദ്ഘാടനം ചെയ്തു. കുട്ടനാട് പാക്കേജിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കിയ ഒരു നെല്ലും മീനും പദ്ധതി പ്രകാരം ലഭിച്ച ലാഭവിഹിതം കൊണ്ട് പാടശേഖര സമിതി ഓഫീസ് നിർമ്മിക്കുന്നതിനുള്ള വസ്തു വാങ്ങിയിരുന്നു. ഓഫീസ് മന്ദിരത്തിന്റെ ശിലാസ്ഥാപന കർമ്മം കുട്ടനാട് മുൻ MLA ഡോക്ടർ KC ജോസഫ് നിർവഹിച്ചു. കാവാലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓമനക്കുട്ടൻ ജനാർദ്ദനൻ അധ്യക്ഷനായി. ആലപ്പുഴ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ R ഗീതാമണി മുഖ്യപ്രഭാഷണം നടത്തി. ജോസഫ് തോമസ് ചക്രപുരയ്ക്കൽ, ബിന്ദു സന്തോഷ്, തുളസി അശോകൻ, ബിജു മാണാത്ത്, KC ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ഓൾ കേരള സ്മോൾ സ്കെയിൽ ഫ്ലവർ ആൻഡ് റൈസ് മിൽ ഓണേഴ്സ് അസോസിയേഷൻ കുട്ടനാട് മേഖലാ വാർഷിക സമ്മേളനം ഞായറാഴ്ച രാവിലെ 10 നടക്കും. മാമ്പഴക്കരി കുട്ടനാട് വികസന സമിതി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടി കൊടിക്കുന്നിൽ സുരേഷ് MP ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. ലോൺ എടുത്ത് പഠിച്ചാൽ കിടപ്പാടം ബാങ്ക് എടുക്കും. വിദ്യാഭ്യാസ വായ്പ എടുത്തവരിൽ നിന്നും ബാങ്കുകൾ കൊള്ളപ്പലിശയാണ് ഈടാക്കുന്നതെന്ന് എഡ്യൂക്കേഷൻ ലോണീസ് അസോസിയേഷൻ. കുടിവെള്ളത്തിനായി ജലമന്ത്രിക്ക് നിവേദനം. തലവടി എടത്വ പഞ്ചായത്തുകളിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാമും സംഘവുമാണ് മന്ത്രി PJ ജോസഫിന് നിവേദനം നൽകിയത്. കൂലി കൂട്ടിയാൽ കൊയ്യില്ലെന്ന് കർഷകർ. IRC അംഗീകരിച്ചിലേറെ കൂലി നൽകാനാവില്ല. ആ സാഹചര്യം ഉണ്ടായാൽ വിളവെടുപ്പ് ഉപേക്ഷിക്കുമെന്നും കർഷകർ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.